നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഷിരൂർ ദൌത്യം വെയിലും ഒഴുക്കും അനുകൂലം. നാവിക സംഘം ഇനിയും എത്തിയില്ല. രക്ഷാദൌത്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഇന്ന് രാവിലെ 9-ന് തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തെരച്ചിലിനായി നാവിക സംഘം ഇതുവരെ എത്തിയിട്ടില്ല. നേവിക്ക് പുഴയിലെ ഡൈവിംഗിന് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയില്ലെന്നാണ് പുറത്തുവരുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് അനുമതി ലഭിക്കാത്തത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കണം. ആവശ്യമായ എല്ലാ സഹകരണവും കേന്ദ്രം നൽകും. ഗവർണർ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാടിന് ദീർഘകാല പുനരധിവാസ പദ്ധതിയാണ് വേണ്ടതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമാണ്. ദീർഘകാല പുനരധിവാസത്തിന് ഇനി ശ്രദ്ധ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ഗവർണർ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. $997 കോടിക്ക് പകരം സപ്ലൈകോയ്ക്ക് നൽകിയത് നക്കാപ്പിച്ച. സർക്കാരിന്റെ അവഗണന കടുത്ത ദ്രോഹമെന്നും സുധാകരൻ. സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകിയത് നക്കാപ്പിച്ചയാണെന്നും സംസ്ഥാനത്തെ കർഷകർ പ്രതിസന്ധിയിലാണെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ MP അഭിപ്രായപ്പെട്ടു. കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതിനും അത് കുത്തി അരിയാക്കിയതിനും സപ്ലൈകോയ്ക്ക് $997 കോടിയാണ് ധനവകുപ്പ് നൽകാനുള്ള കുടിശ്ശിക. ഇത് നൽകുന്നതിന് പകരം വെറും 50 കോടി മാത്രമാണ് അനുവദിച്ചതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന കടുത്ത ദ്രോഹമാണെന്നും KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. പരിശോധന നടത്തും, സാമ്പിൾ ശേഖരിക്കും, അപകട സാധ്യതാ മേഖല കണ്ടെത്തണം. ദുരന്തഭൂമിയിൽ വിദഗ്ധ സംഘം. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘം. ദേശീയ ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദുരന്ത മേഖല സന്ദർശിക്കുന്നത്. ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ സംഘമാണ് എത്തിയത്. 3 ദിവസം ദുരന്ത മേഖലയിൽ പരിശോധന നടത്തും.
നിർദ്ദിഷ്ട ബ്രോഡ്കാസ്റ്റ് ബില്ലിൽ കേന്ദ്രത്തിന്റെ സുപ്രധാന നീക്കം കരട് പിൻവലിച്ചു, മടക്കി നൽകാൻ തൽപര കക്ഷികളോട് നിർദ്ദേശിച്ചു. ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ കരട് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ കരട് കൈവശമുള്ള എല്ലാ തൽപര കക്ഷികളോടും ഇത് കേന്ദ്ര സർക്കാരിന് തിരിച്ചയക്കാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കരടിന് മേലുള്ള അഭിപ്രായം നൽകേണ്ടതില്ലെന്നും കേന്ദ്ര മന്ത്രാലയം ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റർമാർ, അസോസിയേഷനുകൾ, സ്ട്രീമിംഗ് സർവീസ് കമ്പനികൾ, പ്രധാന ടെക് കമ്പനികൾ എന്നിവർക്കാണ് നേരത്തെ ബില്ലിന്റെ കരട് അയച്ചത്. ദുരന്തബാധിതർക്ക് ആശ്വാസം, കൂടുതൽ ആളുകളുടെ വായ്പ എഴുതി തള്ളുമെന്ന് കേരള ബാങ്ക്. മറ്റു ബാങ്കുകൾ മാതൃകയാക്കണം. വയനാട്ടിലെ കൂടുതൽ ആളുകളുടെ വായ്പ എഴുതി തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. ചൂരൽമല ബ്രാഞ്ചിൽ നിന്നും ആകെ നൽകിയ വായ്പ 55 ലക്ഷമാണ്. അതിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ എഴുതി തള്ളിയത്. തുടർ പരിശോധന നടത്തി ആവശ്യമെങ്കിൽ കൂടുതൽ പേരുടെ വായ്പ എഴുതി തള്ളുമെന്നും MK കണ്ണൻ പറഞ്ഞു. കേരള ബാങ്കിന്റെ മാതൃക മറ്റ് ബാങ്കുകളും പിന്തുടരണമെന്നും MK കണ്ണൻ പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 എണ്ണം വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. ഓഗസ്റ്റ് 15 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. പ്രത്യേക കേസായി പരിഗണിക്കും. കളക്ടറുടെ റിപ്പോർട്ട് വാങ്ങി തുടർ നടപടി. പുത്തുമലയിലെ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി. പുത്തുമലയിൽ ഭൂമി നഷ്ടപ്പെട്ട 7 കുടുംബങ്ങൾ വഴിയാധാരമായെന്ന വാർത്തയിൽ ഇടപെടലുമായി റവന്യൂ മന്ത്രി K രാജൻ. ഇത് പ്രത്യേക കേസായി പരിഗണിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് K രാജൻ പറഞ്ഞു. ഉടൻ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വാങ്ങി തുടർ നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായി 5 വർഷമായി വാടക വീടുകളിൽ കഴിയുകയാണ് കുടുംബങ്ങൾ. മധ്യപ്രദേശിൽ ഇന്ന് 3 ബാഗുകളിലായി ഉപേക്ഷിച്ച നിലയിൽ സ്ത്രീയുടെ മൃതദേഹ ഭാഗങ്ങൾ. മധ്യപ്രദേശിലെ ഗുണയിൽ സ്ത്രീയുടെ മൃതദേഹ ഭാഗങ്ങൾ 3 ബാഗുകളിലായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഗുണയിലെ ഘട്ടോലി ഗ്രാമത്തിലാണ് സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഘട്ടോയിലെ റേഷൻ കടയ്ക്ക് പിന്നിലായാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകൾ കണ്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സ്വർണ്ണവില കുതിക്കുന്നു. വീണ്ടും 52,000 കടന്നു. ഇന്ന് 760 രൂപ കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. 760 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില വീണ്ടും 52,000 കടന്നു. 52,520 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 95 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 6,565 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.